ഒരിക്കൽ ഗുരുവായൂരിൽ ഞാൻ തിരക്കിൽ നിൽക്കുമ്പോ കറുത്ത വർണ്ണം ചേർന്നൊരു ബാലൻ അടുത്തു വന്നല്ലോ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. ഒരിക്കൽ ഗുരുവായൂരിൽ ഞാനും തിരക്കിൽ നിൽക്കുമ്പോൾ കറുത്ത വർണ്ണം ചേർന്നൊരു ബാലൻ അടുത്തു വന്നല്ലോ. ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. കറുത്ത കൂന്തൽ തോളറ്റമ്പര നീണ്ടുകിടക്കുണ്ടേ, കുരുകുലമിന്നും അളകവുമുണ്ട്, ചുണ്ടിൽ ചിരിയുണ്ടേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. ഓടക്കുഴലും കാലിക്കോലും കരമതിലായുണ്ടേ, ഓടി നടക്കും നേരം കാലിൽ ചിലവിൽ ചിരിയുണ്ടേ. ഹരി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. താമര തോൽക്കും കണ്ണിൽ കനിവിൽ ചൈതന്യവുമുണ്ടേ, അരയിൽ നിന്നും അരമണിയുണ്ട്, മഞ്ഞ പട്ടുണ്ടേ. ഹരി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. ഉണ്ണിയെ കാണുന്നോർക്കോ കണ്ണിൽ അത്യത്ഭുതമുണ്ടേ, അവന്റെ വയറിൽ പല ഭാഗത്തും പെണ്ണകറയുണ്ടേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. കഴുത്തിൽ നല്ലൊരു പുലിനഖമോതിരം പിന്നീടുന്നുണ്ടേ, അവന്റെ ചുറ്റും പയ്യൻ കുട്ടികൾ മെനു നടക്കുണ്ടേ. ഹരി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല, ഹരി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. എന്നെ കണ്ടൊരു നേരം ചുണ്ടിൽ കുസൃതി ചിരിയുണ്ടേ, കണ്ണനവനുടെ സുന്ദര രൂപം ഹൃദയത്തിലുണ്ടേ. ഹരി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. ഒരിക്കൽ ഗുരുവായൂരിൽ ഞാനും തിരക്കിൽ നിൽക്കുമ്പോൾ കറുത്ത വർണ്ണം ചേർന്നൊരു ബാലൻ അടുത്തു വന്നല്ലോ. ഹരി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല, ഗോപി ഗോപാല, ഗോപി ഗോപാല. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. തൃതീയ സ്കന്ധത്തിലെ ഭഗവാന്റെ ഉപദേശം നമ്മൾ കേട്ടു. നമ്മളാണ് കഴിയാവുന്ന രീതിയിൽ യഥാതീതം യഥാമതി എന്ന് പറയുന്നത് പോലെ നമ്മൾ അതൊന്ന് അനുസ്മരിച്ചു. നാലാമത്തെ സ്കന്ധം 4 പുരുഷാർത്ഥങ്ങളെ കാണിക്കുന്ന ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിങ്ങനെയുള്ള 4 പുരുഷാർത്ഥങ്ങളെ കാണിക്കുന്ന 4 പ്രകരണങ്ങളാണ് അതിലുള്ളത്. ആദ്യം ദക്ഷയാഗം, പിന്നീട് ധ്രുവചരിത്രം, പൃഥുചരിത്രം, പുരഞ്ജനോപാഖ്യാനം.
അല്ലെങ്കിൽ പ്രേതസ്സുകളുടെ കഥ. ഇവിടെ പൃഥ്വിചരിത്രം നമ്മൾ കുറച്ച് പാരായണം ചെയ്തു, സമർപ്പിച്ചു. പൃഥ്വി മഹാരാജാവിന്റെ യജ്ഞവേദിയിലേക്ക് ഭഗവാനെത്തി അനുഗ്രഹം നൽകുന്ന അത്ഭുതകരമായ രംഗം. അതിൽ പൃഥ്വി മഹാരാജാവ് എന്ന വിധസ്വ കർണായുധം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് 10,000 ചെവികൾ തരണേ ഭഗവാനെ എന്നാണ്. ഇതെന്താ 10,000 ചെവികൾ? 10,000 ചെവികളുടെ ശക്തി എവിടെ എവിടെ എവിടെയൊക്കെ ഭഗവാന്റെ നാമസങ്കീർത്തനം നടക്കുന്നുണ്ടോ അത് മുഴുവൻ തന്നിലേക്ക് പിടിച്ചു വെക്കാൻ, തന്റെ ആ കർണപുടങ്ങളിലേക്ക് എത്തിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് പൃഥ്വി മഹാരാജാവിന്റെ കഥ. ഏതായാലും ആദ്യം പറഞ്ഞ 2 കഥകൾ, ഒന്ന് ദക്ഷയാഗം, മറ്റൊന്ന് ധ്രുവചരിത്രം. ഇതിന്റെ ആദ്യത്തിൽ, ചതുർത്ഥ സ്കന്ധത്തിന്റെ ആദ്യത്തിൽ സ്വയംഭൂമനുവിന്റെ ആ പുത്രിമാരുടെ വംശപരമ്പര പറയുകയാണ്. ആഹൂതി, ദേവഹൂതി, പ്രസൂതി, ഇവര് 3 പേരാണല്ലോ. ദേവഹൂതിയുടെ കഥ ആദ്യം പറഞ്ഞു. പിന്നീട് ആ പ്രസൂതിയുടെ കഥ അവിടെ സൂചിപ്പിക്കുകയാണ്. പ്രസൂതിയെ പ്രജാപതിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അവർക്കുണ്ടാകുന്ന പുത്രനെ തനിക്ക് തരണം എന്നുള്ള രീതിയിൽ അവിടെ ആ സ്വയംഭൂമനു അങ്ങനെയാണ് വിവാഹം നടത്തി കൊടുക്കുന്നത്. അങ്ങനെ അവർക്കുണ്ടായ പുത്രനാണ് യജ്ഞൻ. പുത്രികാധർമ്മം എന്നാണ് അതിന് പറയുക. ഉണ്ടാകുന്ന ഉണ്ണിയെ, ആൺകുട്ടിയെ ഭാര്യാപിതാവിന് തന്നെ തിരിച്ചു കൊടുക്കാൻ സമ്മതിച്ചുകൊണ്ട് വിവാഹം ചെയ്യാം. ഇങ്ങനെയാണ് യജ്ഞൻ എന്ന രീതിയിൽ ഭഗവാൻ അവിടെ അവതരിച്ചത്. ദക്ഷിണ എന്ന മറ്റൊരു പെൺകുട്ടി, ഇരട്ട സഹോദരി ഉണ്ടായിരുന്നു. യജ്ഞൻ പിന്നീട് ആ ദക്ഷിണയെ തന്നെ വിവാഹം ചെയ്തു. ഈശ്വരാണാം വചസസ്യം ഭാഗവതം പല സന്ദർഭത്തിൽ പറയുന്നുണ്ട്. ഇപ്പോ സുയജ്ഞനും ദക്ഷിണയും ഒരമ്മയുടെയും അച്ഛന്റെയും മക്കളാണ്. എന്നിട്ട് അവര് വിവാഹം ചെയ്തു എന്നാണെങ്കിൽ യജ്ഞൻ വിഷ്ണുവിന്റെ അംശവും ദക്ഷിണ ലക്ഷ്മിയുടെ അംശവുമാണ്. അവര് നിത്യ ദമ്പതികളാണ്. അവര് വിവാഹം ചെയ്തു. അങ്ങനെ യജ്ഞന്റെ കഥ പറഞ്ഞു. പിന്നീട് പറഞ്ഞു ആഹൂതി, ദേവഹൂതി, പ്രസൂതി. പ്രസൂതിയെ ദക്ഷപ്രജാപതി വിവാഹം ചെയ്തു എന്നും ഒക്കെ അവിടെ സൂചിപ്പിച്ചു. അപ്പോ ഈ സമയത്താണ് സംശയം വരികയാണ്. ഈ ശിവന്റെ പത്നിയായിരിക്കുന്ന സതി, ആ സതി ദക്ഷന്റെ മകളാണ്. ദക്ഷന്റെ മക്കളിൽ ഏറ്റവും ഇളയവളായിരിക്കുന്ന സതി ആ തെറ്റ് ചെയ്യാത്ത ശിവന് നേരെ തന്റെ പിതാവ് അനിഷ്ടം ചെയ്തപ്പോ, എതിരായി നിന്നപ്പോ സതി തന്റെ ശരീരത്തെ അഗ്നിയിൽ യോഗാരൂഢയായി ആ ജീവിതം ഉപേക്ഷിച്ചു എന്നാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് വിതുരമഹാശയന് സംശയം ഉണ്ടായി. ആ കഥ ഒന്ന് കേട്ടാൽ കൊള്ളാം. സതിയുടെ ദേഹത്യാഗത്തിന്റെയും ദക്ഷിണാമൂർത്തിയും തമ്മിലുണ്ടായ ആ വൈരത്തിന്റെയും കഥ. ദക്ഷിണാമൂർത്തിക്ക് തിരിച്ചില്ല, ദക്ഷന് മാത്രം. അപ്പോ ദക്ഷന്റെ കഥയും ധ്രുവന്റെ കഥയും കേൾക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന്, എല്ലാ സൗഭാഗ്യങ്ങളും, അധികാരം, സമ്പത്ത് എല്ലാം ഉള്ള ഒരാൾക്ക് ഭഗവത് ഭക്തി ഇല്ലാത്തത് കൊണ്ട് തന്റെ ആ ഉത്തമാംഗമായിരിക്കുന്ന തല പോലും ഉപേക്ഷിക്കേണ്ടി വന്നു, നഷ്ടപ്പെട്ടു എന്ന്. എല്ലാം നഷ്ടപ്പെട്ടു. അവിടെ അഹങ്കാരത്തിന്റെ ആ തലപ്പൊക്കത്തിന് നേരെ ഭഗവാന്റെ അനുഗ്രഹമായിട്ടാണ് സജ്ജനത്തിനെ കണക്കാക്കാറുള്ളത്. എന്നാൽ ധ്രുവൻ നോക്കൂ, അച്ഛന്റെ മടിയിലിരിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി ഭഗവാനെ ആശ്രയിച്ചപ്പോ, നാരദന്റെ വാക്കുകൾ കേട്ട് ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞപ്പോ ആ ധ്രുവന് അച്ഛന്റെ മടിയിലിരിക്കുക മാത്രമല്ല, ലോകത്തിന്റെ നെറുകയിലിരിക്കാൻ സാധിച്ചു. എങ്ങനെ? മൃത്യുദേവന്റെ ശിരസിൽ ചവിട്ടി മുകളിലേക്ക് വരാൻ സാധിച്ചു. മൃത്യോർമുഖ്യ പദം തത്വ ആരുരോഹാത്ഭുതം ഗൃഹം. മൃത്യുവിന്റെ ശിരസിൽ ചവിട്ടാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? മൃത്യുവിനെയും കീഴടക്കാൻ സാധിച്ചു. അപ്പൊ ഭക്തിയുടെ ഉദാത്തമായ ആ ലക്ഷ്യം അത് എന്താ? ഭഗവത് പദപ്രാപ്തിയാണ്. അത് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ, അഹങ്കാരം വന്നു കഴിഞ്ഞാൽ, ദർപ്പം വന്നു കഴിഞ്ഞാൽ അത് ദോഷത്തിന് കാരണമായിട്ട് തീരും എന്നുള്ള 2 കഥകളെ ചേർത്ത് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും. ദക്ഷിണൻ എങ്ങനെയാണ് മഹാദേവനോട് ദേഷ്യം വന്നതാണെങ്കിൽ ദേവന്മാരുടെ ഒരു മഹാസത്രം, അതിലെ അധ്യക്ഷനായിട്ട് ദക്ഷനെ തീരുമാനിച്ചു. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ദക്ഷൻ എന്ന പേരിന് തന്നെ അർത്ഥം സമർത്ഥൻ എന്നാണ്. സമർത്ഥൻ, കഴിവുള്ള ആളെയാണ് സമർത്ഥൻ എന്ന് വിളിക്കുക. എന്നാൽ അതിസമർത്ഥനായിരുന്നു ദക്ഷൻ എന്ന് പറയേണ്ടി വരും. കഴിവ് കുറച്ച് ഏറിയ ആളായിരുന്നു. അപ്പോ ഗ്രാമ്യ ഭാഷയിൽ പറയുന്ന ചില വാക്കുകളൊക്കെ ദക്ഷന് ചേർന്നതായി കഴിവേറി എന്ന് പറയേണ്ടി വരും. കഴിവേറിയതാണ്, കഴിവേറി ആയി.
അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. താൻ ആ സത്രസഭയിലേക്ക് കടന്നു വരുമ്പോ എല്ലാവരും തന്നെ എഴുന്നേറ്റ് ആദരിച്ചപ്പോ അത് തന്റെ കേമന്തമാണ് എന്ന് തോന്നി അദ്ദേഹത്തിന്. എങ്കിൽ ആരെങ്കിലും എഴുന്നേൽക്കാതിരിക്കുന്നുണ്ടോ? ഇനിയാണല്ലോ അഹങ്കാരം വരിക. ഇങ്ങനെ എല്ലാവരും ആദരിക്കുമ്പോ ചിലർ തന്നെ ആദരിച്ചില്ല, ഉള്ളിൽ അഹങ്കാരത്തിന് കാരണമായത്. അതുകൊണ്ടാണ് നോക്കിയപ്പോ ബ്രഹ്മാവും മഹാദേവനും എഴുന്നേറ്റത്. ബ്രഹ്മാവ് തന്നെ പിതാവാണ്, എഴുന്നേൽക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ മഹാദേവൻ എന്ന് പറയുന്ന, പരമശിവൻ എന്ന് പറയുന്ന ഒട്ടും തന്നെ ശിവഭാവമില്ലാത്തവനെന്നൊക്കെയാണ് ദക്ഷൻ അവിടെ കണ്ടെത്തിയത്. അവൻ തന്റെ മകളുടെ ഭർത്താവാണ്. അപ്പൊ താൻ അവനെ സംബന്ധിച്ചിടത്തോളം പിതാവാണ്. പിതാവിനെ കണ്ടിട്ട് എഴുന്നേറ്റില്ലെങ്കിലോ അഹങ്കാരമല്ലേ കാണിക്കുന്നത്? ഞാൻ ഉള്ളിൽ അഹങ്കാരം വെച്ചിട്ട് ഒന്നല്ലാതെ പറയണത് എന്നൊക്കെ സദസ്സിലുള്ള ആളുകളെ വിളിച്ച് ഗംഭീരമായിട്ട് പ്രഭാഷണം നടത്തി. എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ ആ ദക്ഷൻ പറയുന്നു, ഇങ്ങനെ ഒരാൾക്ക് എന്റെ മകളെ വിവാഹം ചെയ്ത് കൊടുത്തില്ലേ, കഷ്ടം എന്നൊക്കെയാണ്. കാരണം എന്താ? ആ മഹാദേവന്റെ ഗുണഗണങ്ങളെ മുഴുവൻ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് രാജസൂയാഗവേദിയിൽ ശിശുപാലൻ ശ്രീകൃഷ്ണന് നേരെ പറയുന്നത് പോലെ നിന്ദാസ്തുതി എന്ന് സജ്ജനങ്ങൾ വ്യാഖ്യാനിക്കാറുണ്ട്. കാരണം എന്താ? അവന്റെ കഴുത്തിൽ കെട്ടില്ലേ നാഗമാല, പാമ്പിനെ കഴുത്തിലിട്ട് നടക്കണ ആള്. ഉടുത്തിരിക്കണത് ചില സമയത്ത് പുലിത്തോല, അതേപോലെ ദേഹത്ത് ആനത്തോല, പിന്നെ കഴുത്തില് തലയോട്ടികള് കെട്ടിത്തൂക്കിയിട്ട് മൂന്നാം കണ്ണൻ, ഇങ്ങനെ ജടാമകുടം, ദേഹം മുഴുവൻ ഭസ്മം, ചിലപ്പോ നഗ്നനെ പോലെ നടക്കണം, ചിലപ്പോ കരയണു, ചിലപ്പോ ചിരിക്കണു. ഇതൊക്കെ ഭഗവാന്റെ ആ പ്രത്യേകമായിട്ടുള്ള ഭാവങ്ങളാണ്. അതിനെ മുഴുവൻ ഘടകവിരുദ്ധമായി ചീത്ത പറഞ്ഞുകൊണ്ട് പറയുകയാണ് ദക്ഷൻ അവിടെ ചെയ്തത്. എന്നിട്ട് പറഞ്ഞു ദേവേർ ദേവഗണാധമ എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ദേവഗണങ്ങളിൽ അധമനായിട്ടുള്ളവൻ എന്ന വാക്യാർത്ഥം കിട്ടുമെങ്കിലും ദേവഗണങ്ങളെ തന്റെ ആ മഹാദൈവത്വം കൊണ്ട് അധമനാക്കുന്നവൻ മഹാദേവൻ എന്ന അർത്ഥം വ്യാഖ്യാതാക്കൾ കണ്ടെത്തുകയാണ്. ഇങ്ങനെയാണ് സജ്ജനങ്ങളുടെ സ്വഭാവം. നമ്മൾ പറഞ്ഞില്ലേ, സാരഗ്രാഹികളാണ്. അതിലെ നന്മയെ കണ്ടെത്തി ദക്ഷൻ ഇങ്ങനെ ചീത്ത പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ടും മഹാദേവന് യാതൊരു മാറ്റം ഉണ്ടായില്ല. അദ്ദേഹം കണ്ണുകളടച്ച് സമാധിസ്ഥനെ പോലെ ഇരിക്കുകയാണ്. അപ്പൊ കുറച്ചുകൂടി ദേഷ്യം അല്ലേ? ഒരാളെ നമ്മളിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാളൊന്നും ശ്രദ്ധിക്കണില്ല. അപ്പൊ കുറച്ചുകൂടി ദേഷ്യം വരും. ഏതായാലും ദേഷ്യം വന്നെന്ന് മാത്രമല്ല പറഞ്ഞു, ഇനി യാഗങ്ങളിൽ യജ്ഞങ്ങളിൽ രുദ്രഭാവമില്ലാതെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. അപ്പൊ നന്ദികേശ്വരന്റെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നന്ദികേശ്വരൻ പറഞ്ഞു, നീ ഇപ്പൊ മേ 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 ഞാൻ 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 എന്നുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയണത്. അതുകൊണ്ട് നിനക്ക് ആ ആടിനെ പോലെ ആടിന്റെ തല വെച്ച് ജീവിക്കാൻ ഇടവരട്ടെ എന്ന് അങ്ങോട്ട് ശാപം. ഇങ്ങനെ ശാപ പ്രതിശാപങ്ങളെ കൊണ്ട് ആ സത്രം അലങ്കോലപ്പെട്ടു. ആളുകളൊക്കെ അല്ലാത്ത വിഷമത്തോടുകൂടി അവിടുന്ന് ഉപേക്ഷിച്ചു. ഇങ്ങനെ ആ സത്രം കഴിഞ്ഞു. പിന്നീട് ഇദ്ദേഹം ദക്ഷൻ പ്രജാപതിമാരുടെ അധ്യക്ഷനായി മാറി. പ്രജാപതീനാം സർവേഷാം ആധിപത്യ സ്മയോഭവൻ. അത് വന്നു കഴിഞ്ഞപ്പോൾ സ്മയം കൂടുതലുണ്ടായി, അഹങ്കാരം പിന്നെ ഉണ്ടായി. ബ്രഹ്മാവ് അതിനോടുള്ള സ്നേഹം കാരണം പ്രജാപതിമാരുടെ അധ്യക്ഷനാക്കി വിട്ടു. അദ്ദേഹം വാജപേയി യാഗം നടത്തി ആദ്യം. അത് കഴിഞ്ഞ് ബൃഹസ്പതി സഭ എന്ന് പറഞ്ഞ് വേറൊരു യാഗം നടത്തി. എന്തിനായി യാഗം നടത്തുന്നത്? മഹാദേവനെ അപമാനിക്കാൻ. അവിടെയാണ് കുഴപ്പം. ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കേണ്ടതിന് പകരം ഭഗവാനെ അപമാനിക്കാൻ വേണ്ടി ഒരു യജ്ഞം നടത്തി. അതിന്റെ ഫലമായിട്ടാണ് ദക്ഷന് തല നഷ്ടപ്പെട്ടത് എന്നാണ് ഭാഗവതം കാണിച്ചു തരുന്നത്. അങ്ങനെ യജ്ഞം നടത്തിയിട്ട് എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചു കൊണ്ടുവന്നു. ദക്ഷൻ എല്ലായിടത്തേക്കും ആളെ പറഞ്ഞിരുന്നു. പക്ഷേ കൈലാസത്തിലേക്ക് ആരും പോകരുതെന്ന് പ്രത്യേകം ചട്ടം കെട്ടിട്ടു. ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ അവന്റെ തല ഞാൻ ആ ക്ഷണനം നടത്തുമെന്ന് പറഞ്ഞു. നമ്മളൊക്കെ ക്ഷണനം നടത്താറുണ്ട് പലപ്പോഴും. ഇല്ലേ, വിവാഹത്തിനൊക്കെ ക്ഷണനം നടത്താറുണ്ട്. ക്ഷണനം നടത്താൻ പാടില്ല, ക്ഷണയെ നടത്താൻ പാടുള്ളൂ. ക്ഷണനം എന്ന് പറഞ്ഞാൽ കൊല്ലുക, തലവെട്ടി കളയാന്നൊക്കെ അർത്ഥം. പക്ഷേ നമ്മൾ എല്ലാവരെയും ക്ഷണനം നടത്തും. ആ കേൾക്കുന്ന ആൾ പറയും ക്ഷണനം സ്വീകരിച്ചു, ഞാൻ വന്നോളാമെന്ന് പറയും. ഏതായാലും ഈ ദക്ഷൻ പറഞ്ഞു, ഒരൊറ്റ ആള് കൈലാസത്തിലേക്ക് പോരുത്, അവരെ ക്ഷണിക്കാൻ പാടില്ല. എന്തിനാ? ഈ ശിവൻ മനസ്സിലാക്കട്ടെ, അവൻ അശിവനാണ്, അവൻ മംഗളകാരിയല്ല, അമംഗളകാരിയാണ്.
അവന് മനസ്സിലാവണം, ഞാൻ ചെയ്തതിന്റെ, ഞാൻ പറഞ്ഞ ആ വാക്കിന്റെ ശക്തി മനസ്സിലാക്കണം. രുദ്രഭാവം ഇല്ലാതെ ഒരു യജ്ഞം നടത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ദക്ഷന്റെ 15 മക്കളും വന്നിട്ടുണ്ട്, അവരെയൊക്കെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. സതീദേവി നോക്കുമ്പോ ദേവസ്ത്രീകളൊക്കെ ആകാശത്തിലൂടെ ഈ യജ്ഞത്തിന് പോണ കണ്ടപ്പോ സതിക്ക് തോന്നിയ ഒരു മോഹം, പോയാളാണ്. ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത് കേട്ട് കഴിഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടരുത്, അത് സമ്മതിക്കുകയും വേണം. മഹാദേവൻ പറഞ്ഞു, അതെങ്ങനെയാ ശരിയാവുന്നത്, എന്താന്ന് അറിഞ്ഞാലല്ലേ ദേഷ്യപ്പെടണോ സമ്മതിക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല. ഈ മുൻകൂർ ജാമ്യം എടുക്കൽ ആദ്യമായിട്ട് തുടങ്ങിയത് സതീദേവിയാണെന്നാണ് പറയുന്നത് ഭർത്താക്കന്മാരുടെ അടുത്ത്. ഏതായാലും മഹാദേവൻ പറഞ്ഞു, ശരി പറഞ്ഞോളൂ, അറിയാത്ത ആളാണോ അവിടുത്തെ ജഗദീശ്വരനാണ്, അവിടത്തേക്ക് അറിയാം എന്താണ് സതിയുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്ന്. സതീദേവി പറഞ്ഞു, അച്ഛന്റെ ആ യജ്ഞത്തിന് പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോ മഹാദേവൻ പറഞ്ഞു, അവിടെ ചെല്ലുമ്പോ ദേവിയോട് പറഞ്ഞു, ദേവിയെ സ്വന്തം പുത്രിയായിട്ടല്ല കാണാൻ, മറിച്ച് എന്റെ ഭാര്യയായിട്ടാണ് കാണാൻ. അതുകൊണ്ട് എന്തുണ്ടാവും, ദേവിക്ക് അപമാനം സഹിക്കേണ്ടി വരും. അത് സഹിക്കാനുള്ള ശക്തി ദേവിക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് പോവാതിരിക്കുകയാണ് നല്ലത് പറഞ്ഞു നോക്കി. പക്ഷേ ദേവിക്ക് അത് ഒട്ടും ഇഷ്ടായില്ല. എങ്കിൽ മഹാദേവൻ പറഞ്ഞു, ശരി പൊക്കോളൂ, കാളപ്പുറത്തേറി പൊക്കോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ആ മഹാദേവന്റെ വാഹനമായിരിക്കുന്ന ആ നന്ദികേശ്വര പുറത്തു കയറി മംഗള വസ്തുക്കളൊക്കെ കയ്യിൽ പിടിച്ച് വാൽക്കണ്ണാടിയൊക്കെ പിടിച്ച് ഭൂതഗണങ്ങളോടുകൂടി ദേവി അച്ഛന്റെ അടുത്തേക്ക് എത്തി. അച്ഛന്റെ അടുത്തേക്ക് കഴിഞ്ഞപ്പോ അമ്മയും സഹോദരിമാരും ഓടി വന്നു. പക്ഷേ ദക്ഷൻ വളരെ രൗദ്രമായിട്ട് വളരെ ക്രൂരതയോടുകൂടി അവരെങ്ങനെ നോക്കിയപ്പോ അവരൊക്കെ പേടിച്ചു മാറിപ്പോയി. അപ്പോഴാണ് സതി ശ്രദ്ധിച്ചത്, ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ രുദ്രഭാഗം വെച്ചിട്ടില്ല, തന്നെ തന്റെ ഭർത്താവിനെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് യജ്ഞം എന്നൊക്കെ മനസ്സിലായി. ദേവി അവിടെ കൂടിയിട്ടുള്ള ആളുകളോട് പറഞ്ഞു, അച്ഛൻ തന്നെ അപമാനിച്ചതിലല്ല, അല്ലെങ്കിൽ തന്നെ അവഗണിച്ചതിലല്ല തനിക്ക് വേദന, മറിച്ച് ആ മഹാദേവനെ ഇങ്ങനെ കണ്ടില്ലേ. ഈ സജ്ജനങ്ങളുടെ സ്വഭാവം എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാരഗ്രാഹികളാവും. മറ്റുള്ള ആളുകളോ അവര് ദോഷം കണ്ടെത്തുന്ന ആളുകളാവും. ഈ ദേഹത്തിൽ താനാണ് എന്ന് ചിന്തയുള്ള അച്ഛനെ പോലുള്ള ആളുകൾ ആ മഹാദേവനെ ദ്വേഷിക്കുമ്പോ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് സാധിക്കില്ല. ശിവായ രണ്ടക്ഷരം അറിയാതെ ജപിച്ചാൽ പോലും പാപം തീരുന്നതാണ്, അതുപോലും ജപിക്കാൻ ഉണ്ടാക്കാനില്ല എന്റെ അച്ഛൻ. അങ്ങനെ വരുമ്പോൾ എന്ത് വേണം, ഒന്നുകിൽ അച്ഛന്റെ നാവ് മുറിച്ചു കളയുക, അല്ലെങ്കിൽ ചെവി കൊത്തി അവിടെ ഓടിപ്പോവുക, അതുമല്ലെങ്കിൽ തന്റെ ശരീരം ഉപേക്ഷിക്കുക. ഇതിന് മൂന്നിൽ ഏതെങ്കിലും ഒരു വഴിയുള്ളൂ. ആദ്യത്തേത് തനിക്ക് സാധിക്കില്ല, അച്ഛന്റെ നാവ് മുറിക്കാൻ തനിക്ക് സാധിക്കില്ല. താൻ ഇവിടുന്ന് തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് മഹാദേവന്റെ അടുത്തേക്ക്, അതും ശരിയല്ല. കാരണം അച്ഛന്റെ മകൾ എന്നുള്ള രീതിയിൽ തന്നിലും ആ ദക്ഷന്റെ ഒരു അംശം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അച്ഛന്റെ ആ ക്രൂരതയുടെയും ദ്വേഷത്തിന്റെയും അംശം താനാകുന്ന കൂവളത്തിലേക്ക് ഇപ്പോ ഏറ്റവും വലിയ മോശമായിട്ട് തീർന്നിരിക്കുന്നു. അതിന് പുഴുക്കുത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് പരമേശ്വര പൂജയ്ക്ക് ഈ സതിയാകുന്ന ഈ കൂവളത്തില ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇനി എന്തേ വഴിയുള്ളൂ, തന്റെ ശരീരം ഉപേക്ഷിക്കാം. അത് തീർച്ചപ്പെടുത്തി യോഗശക്തി കൊണ്ട് അഗ്നി ജ്വലിപ്പിച്ച് ദേവി അവിടെ തന്റെ ശരീരത്തെ ഉപേക്ഷിച്ചു. നാരദ മഹർഷിയിൽ നിന്ന് വിവരം അറിഞ്ഞു. അവിടെ ആ ദേവി തന്റെ ശരീരം ഉപേക്ഷിച്ചപ്പോൾ ഭൂതഗണങ്ങള് യുദ്ധത്തിനായിട്ട് ചെന്നു. പക്ഷേ ഭൃഗു എന്ന മഹർഷി ഋഭുക്കൾ എന്നു പേരുള്ള ദേവന്മാരെ സൃഷ്ടിച്ച് ഭൂതഗണങ്ങളെ ഓടിപ്പിച്ചു കളഞ്ഞു. നാരദ മഹർഷിയാണ് മഹാദേവന്റെ അടുത്ത് ഈ വിവരം പറഞ്ഞത്. സ്വപാർശ്വത സൈന്യം ക്രോധമപാരമാദധേ, വല്ലാത്ത ദേഷ്യമൊന്നും, അല്ലെങ്കിൽ വല്ലാത്ത ദേഷ്യം നടിച്ചു ഭഗവാൻ. ഭഗവാൻ തന്റെ ജടാമകുടത്തിൽ നിന്ന് രോമം പറിച്ചെടുത്ത് ചുണ്ട് കടിച്ച് ആ ഭൂമിയിലേക്ക് അങ്ങോട്ട് എറിഞ്ഞപ്പോ അതിൽ നിന്ന് അതിഭയങ്കരമായിരിക്കുന്ന ഒരു സ്വരൂപം പുറത്തേക്ക് വന്നു. അന്തകാന്തകനായിരിക്കുന്ന മഹാദേവന്റെ അംശമായിരിക്കുന്ന വീരഭദ്രൻ ഇവിടെ പുറത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. പറഞ്ഞു, ചോദിച്ചപ്പോ പറഞ്ഞു, ദക്ഷന്റെ യാഗത്തെ ഇല്ലാതായിട്ട് വരണം. അതങ്ങടെ ഇറങ്ങി പുറപ്പെട്ടു. അവിടെ ഋതുക്കളൊക്കെ പേടിച്ചു പറിച്ചു, കൊടുങ്കാറ്റടിക്കുന്നത് പോലെ. എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. അപ്പോഴേക്കും വരികയും അവിടെ വന്ന് സകല ആളുകളെയും
അടിച്ച് ഓടിച്ചു. വീരഭദ്രൻ ശ്രുവങ്ങൾ കയ്യിലെടുത്ത് ഭൃഗുമഹർഷിയുടെ താടി രോമങ്ങൾ പറിച്ചിട്ട് കളഞ്ഞു. ഭൃഗുമഹർഷിക്ക് ഈ മഹാദേവനെ ദക്ഷൻ കളിയാക്കിയപ്പോ താടി തടവി ചിരിച്ചു അത്രേ. അതുകൊണ്ട് താടി തുറച്ചെടുത്തു. ഭഗന്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. പൂഷാവിന്റെ പല്ലുകൾ അവിടെ പരിഹസിച്ച് ചിരിച്ച പൂഷാവിന്റെ പല്ലുകൾ ഒഴിച്ചു കളഞ്ഞു. ഇനി അഹങ്കാരത്തിന്റെ ആ ദർഭത്തിന്റെ ദക്ഷശിരസ് മുറിച്ചെടുക്കണം എന്ന് തീർച്ചപ്പെടുത്തി. വീരഭദ്രൻ യജ്ഞത്തിൽ മൃഗങ്ങളെ കൊല്ലുന്ന തരത്തിൽ ആ ദക്ഷന്റെ ശിരസ് ദേഹത്തിൽ നിന്ന് ആ വേർപെടുത്തി ദക്ഷിണാഗ്നിയിൽ തന്നെ ഹോമിക്കുകയും ചെയ്തു. ദക്ഷന്റെ തല കത്തിപ്പോയി. എന്നിട്ടോ അവിടെ ആ യജ്ഞശാലയ്ക്ക് തീയും കൊടുത്ത് അവിടുന്ന് തിരിച്ചു പോരുകയും ചെയ്തു. ദേവന്മാരൊക്കെ നല്ലോണം അടികിട്ടി. അവർക്ക് യജ്ഞത്തിൽ പങ്കെടുക്കാൻ വന്ന ദേവന്മാരെ മുഴുവൻ വീരഭദ്രന്റെ നേതൃത്വത്തിലുള്ള ശിവഭൂതഗണങ്ങൾ അടിച്ചു ഓടിച്ചു. ദേവന്മാർ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ചെന്നു. ബ്രഹ്മാവ് പറഞ്ഞു, പഞ്ചാക്ഷരം ജപിക്കുക. പാപങ്ങള് നിങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാവും അങ്ങനെ അടികിട്ടിയത്. പഞ്ചാക്ഷരം ജപിച്ച് ആ ഭഗവാനെ ആശ്രയിക്കുക. മഹാദേവൻ എല്ലാവരും പോവാന്ന് പറഞ്ഞ് രുദ്രാക്ഷമാലകൾ ധരിച്ച് ഭസ്മ ധാരാളം ദേഹത്തൊക്കെ പൂശി അവരെല്ലാവരും നാമം ജപിച്ചും കൊണ്ട് മഹാദേവന്റെ അടുത്തേക്ക് എത്തിച്ചു. മഹാദേവനോ ശാന്തസ്വരൂപനായിട്ട് അവിടെ ഇരിക്കുക. നേരത്തെ ക്രോധഭാവം ഒട്ടും തന്നെയില്ല. തസ്മിൻ മഹായോഗമേ മുമുക്ഷു ശരണേ സുരാദൃശു ശിവമാസീനം രക്താമർഷമിവാന്തകം. കോപം വെടിഞ്ഞ അന്തകനെ പോലെ, രക്താമർഷമിവാന്തകം അന്തകനെ പോലെ മഹാദേവനെ ഇരിക്കുന്നു. അവിടെ സർഗാദി യോഗീശ്വരന്മാരോട് വേണ്ട തരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഭഗവാനെ കണ്ടു. ലോകമംഗളസ്വരൂപിയായിരിക്കുന്ന മഹാദേവന്റെ കാക്കൽ വീട് നമസ്കരിച്ചു. ബ്രഹ്മാവിന്റെ ഗംഭീരമായ സ്തുതിയൊക്കെ കേട്ടിട്ട് ഭഗവാൻ പറഞ്ഞു, ഞാൻ ദക്ഷനോട് കോപിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ കോപിക്കുകയല്ലാണ്ടായത് ദക്ഷനെ അനുഗ്രഹിക്കുകയാണ് ചെയ്തേക്കുന്നത്. അദ്ദേഹത്തിന് ആടിന്റെ തല വെച്ച് പിടിപ്പിക്കുക. അതേപോലെ ഭൃഗുവിന് ആടിന്റെ രോമങ്ങൾ ചേർത്ത് വെക്കുക. ഭഗന് സൂര്യന്റെ ആ സൂര്യനുമായി ബന്ധപ്പെട്ട് കാണാനായിട്ട് സാധിക്കും. പൂഷാവിനെ അരച്ചിട്ടും പൊടിച്ചിട്ടും കഴിക്കാം. പല്ലൊക്കെ ഒഴിഞ്ഞുപോയി. അങ്ങനെ അനുഗ്രഹിച്ചു. അങ്ങനെ എല്ലാവരും കൂടി ദക്ഷന്റെ യാഗശാലയിൽ വന്ന് അവിടെ വന്ന് ദക്ഷന്റെ ശിരസിൽ ആ അജമുഖം ചേർത്ത് വെച്ചു കഴിഞ്ഞപ്പോ ബ്രഹ്മാവ് വേണ്ട പോലെ സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവ് തന്നെ അത് ചെയ്തു. ബ്രഹ്മാവ് ഒരു കാര്യം കൂടി പറഞ്ഞു, ഇനി യജ്ഞഭാഗം മുഴുവൻ, യജ്ഞത്തില് ബാക്കി വരുന്നത് മുഴുവൻ രുദ്രഭാഗമാണ് എന്ന സങ്കല്പം കൂടി ചെയ്തു. ദക്ഷിണോ ആ വേണ്ടത് തോന്നേണ്ടത് തോന്നി. ഇപ്പോ ചില ആളുകൾക്ക് അങ്ങനെയാണ്, നല്ല അടി കിട്ടിയാലേ തോന്നുള്ളൂ. അടി കിട്ടി, അത് തോന്നേണ്ടത് തോന്നി, ഗംഭീരമായിട്ട് സ്തുതിച്ചുവിടെ. ഭൂയാദനുഗ്രഹം ഭൂയാനനുഗ്രഹ അഹോ ഭവതാ മേ ദണ്ഡസ്ത്വയാമൈധൃതോ യദവിപ്രലബ്ധ ന ബ്രഹ്മബന്ധുഷു ച വാം ഭഗവൻ നവജ്ഞാതുഭ്യം ഹരേശ്ച ഉത ഏവ ധൃതപ്രദേശു. ഞാൻ അങ്ങേ അപമാനിച്ചു, എന്നിട്ടും എനിക്ക് അനുഗ്രഹമാണ് അവിടുന്ന് തന്നത് ഭഗവാനെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. ആ യജ്ഞത്തിന്റെ പരിപൂർണത എപ്പോഴാണ് ഉണ്ടാവുക? ഭഗവാൻ പ്രത്യക്ഷപ്പെടുമ്പോ. അവിടെ സാക്ഷാൽ ഭഗവാനാണ് പാതുരഹരി ഹരി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനെ ദക്ഷൻ, ഋത്വിക്കുകള്, സദസ്യര്, മഹാദേവൻ, ഭൃഗു, ബ്രഹ്മാവ്, ഇന്ദ്രൻ, അതേപോലെ തന്നെ ആ ദക്ഷപത്നിമാര്, ഋഷികള്, സിദ്ധന്മാര്, യജമാനൻ, ലോകപാലന്മാര്, യോഗേശ്വരന്മാര്, ശബ്ദഭക്തി, ദേവന്മാരെ എന്ന് വേണ്ട സകല ആളുകളും ഗംഭീരമായിട്ട് സ്തുതിച്ചു. ഭഗവാൻ ഈ സ്തുതിയൊക്കെ കേട്ടു. ഭഗവാൻ പറഞ്ഞു, ദക്ഷിണോട് എന്നുള്ള രീതിയിൽ ലോകത്തിനോട് പറയുകയാണ്, എന്നെയും മഹാദേവനെയും വേറെ വേറെ കാണാൻ പാടില്ല, ബ്രഹ്മാവിനെയും വേറെ കാണാൻ പാടില്ല. ഈ ലോകത്തിൽ എല്ലാത്തിലും ഞാൻ തന്നെയാണ്, എല്ലാത്തിലും ആ ഈശ്വര ചൈതന്യം ഒന്ന് തന്നെയാണ് എന്ന് ബോധ്യപ്പെടും. ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. അതിന് കയ്യ്, കാല്, കണ്ണ്, മൂക്ക് എന്നൊക്കെ പേരുണ്ട്. അത് ഓരോ പ്രവൃത്തി ചെയ്യാനും ഓരോ അവയവങ്ങൾ. ഇതേപോലെ സൃഷ്ടിക്ക് ബ്രഹ്മാവ്, സംഭരിക്കാനായിട്ട് രുദ്രൻ. ഇങ്ങനെയാണ്. അപ്പോ വേറെ ആ ദ്വൈതഭാവം ഇല്ലാതെയാവണം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ദക്ഷനും തെറ്റു മനസ്സിലായി. ദക്ഷപുത്രിയായിരിക്കുന്ന സതി പിന്നീട് പർവ്വത രാജാവായിരിക്കുന്ന ഹിമവാന്റെ പുത്രിയായി മേനയുടെ മകളായി പിറന്നു. പർവ്വതത്തിന്റെ പുത്രിയായതുകൊണ്ട് പാർവതി എന്ന് ആ പെൺകുട്ടിയെ വിളിച്ചു.
വളരെ പാവനമായ ഭക്തി കൊണ്ട് തപസ്സുകൊണ്ട് പരമശിവനെ പ്രസാദിപ്പിച്ചു. ആ അശുഭതയുടെ നല്ല ബാധിയായിട്ട് തീർന്നു പാർവതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രംഗം അവിടെ സംഹരിക്കുന്നത്. മൈത്രേയ മഹർഷി പറഞ്ഞു, ആ ബ്രഹ്മപുത്രന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വയംഭൂമനുവിന്റെ പുത്രനായിരിക്കുന്ന ഉത്താനപാദന്റെ കഥ പറഞ്ഞത്. ഉത്താനപാദന്റെ കഥയൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഉത്താനപാദൻ എന്ന പേരിന് ഒരർത്ഥം പറയുകയാണെങ്കിൽ വേണമെങ്കിൽ കാല് വേർപെട്ടായിട്ടുള്ള ആളെന്ന് പറയും. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്ന എല്ലാവരും ഉത്താനപാദന്മാരാണ്, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ. അപ്പൊ ഈ ഉത്താനപാദന് 2 ഭാര്യമാരുണ്ട്. ഒന്ന് നീതിയുടെ ഭാര്യ, മറ്റൊന്ന് രുചിയുടെ ഭാര്യ. ഏത് ഭാര്യയോടാവും താല്പര്യം ഉത്താനപാദന്? നമുക്കൊക്കെ തന്നെ രുചിയോടാണ് നമുക്ക് താല്പര്യം. നീതി പറയും അല്ലെ, സുഖമൊക്കെ ഉണ്ടെങ്കിൽ നീതി പറയും പഞ്ചസാര വേണ്ട, അല്ലെ പപ്പടം വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട എന്നൊക്കെ പറയും. പക്ഷേ രുചി പറയുമേ അതും കുഴപ്പമില്ല, കഴിച്ചോളൂ എന്ന് പറയും. ഇതേപോലെ ഉത്താനപാദനും സുരുചിയോടാണ് താല്പര്യം. സുനീതി എന്ന തന്റെ പത്നിയോട് ലവലേശ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ സുനീതിയുടെ പുത്രനായ ധ്രുവനെ അവഗണിക്കുകയും സുരുചിയുടെ പുത്രനായ ഉത്തമനെ വളരെ സ്നേഹിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്തു. ചെറിയ കുട്ടിയല്ലേ, ധ്രുവന് തോന്നി അച്ഛന്റെ മടിയിലൊന്ന് കയറിയിരിക്കണം. എന്നാൽ അച്ഛന്റെ അടുത്തേക്ക് പോവാന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോഴാണ് സുരുചി ഏകദാ സുരുചേ പുത്രമംഗമാരോപ്യലാളയൻ, സുരുചിയുടെ പുത്രനെ പടിയിലിരിക്കൽ ആളികളെ കണ്ടപ്പോ മടിയിൽ കയറാൻ പുറപ്പെട്ടപ്പോ പറഞ്ഞു, അയ്യോ നീയ് രാജപുത്രനാണെങ്കിലും അച്ഛന്റെ മടിയിൽ കയറാൻ നിനക്ക് അർഹതയില്ല. നീയ് എന്റെ വയറ്റിൽ വന്ന് പിറന്നിട്ടില്ല, അതാണ് നിനക്ക് കുഴപ്പം. നീ മറ്റൊരു സ്ത്രീയുടെ ഗർഭത്തിലല്ലേ നീ ഉണ്ടായത്, അതുകൊണ്ടാണ് നിനക്ക് അച്ഛന്റെ മടിയിൽ കയറിയിരിക്കാൻ സാധിക്കാത്തത്. ഇനി അച്ഛന്റെ മടിയിൽ കയറിയിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു വഴി ഞാൻ പറഞ്ഞു തരാം. തപസാരാധ്യപുരുഷം തസ്തേവാനുഗ്രഹേണമേ ഗർഭേത്വം സാധയാത്മാനം യദീക്ഷസി നൃപാസനം. അച്ഛന്റെ മടിയിൽ ഇരിക്കണമെങ്കിലേ ഒരു വഴി പറഞ്ഞു തരാം. സുരുചി എന്താ പറഞ്ഞു കൊടുത്തത്? സുരുചി പറഞ്ഞു കൊടുത്തു, ഭഗവാനെ ആശ്രയിക്കുക. ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാലോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നീ എന്റെ ഗർഭത്തിൽ വന്ന് പറഞ്ഞു, അപ്പൊ നമുക്ക് അച്ഛന്റെ മടിയിൽ കയറിയിരിക്കാം. ദേഷ്യപ്പെട്ടുകൊണ്ട് ചെറിയമ്മ ഇങ്ങനെ പറഞ്ഞപ്പോ പാവം ആ ധ്രുവന് വല്ലാതെ കരച്ചിൽ വന്നു. അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചു. അമ്മ കെട്ടിപ്പിടിച്ചു. ഉണ്ണി എന്തിനാ കരയണത് എന്ന് ചോദിച്ചപ്പോ ഈ കഥകളൊക്കെ പറഞ്ഞു. സാധാരണ അമ്മയാണെങ്കിൽ സുനീതി എന്നാണ് ആ അമ്മയുടെ പേര്, അനീതി എന്നല്ല. അതുകൊണ്ടാണ് ആ അമ്മ വേണ്ടത് വേണ്ട പോലെ പറഞ്ഞു കൊടുക്കുന്നത്. ഉണ്ണിയോട് പറഞ്ഞു, ഉണ്ണി കരയേണ്ട കാര്യമില്ല, ആ ചെറിയമ്മ പറഞ്ഞതാണ് ഏറ്റവും ശരി. ഉണ്ണിക്ക് മാത്രമല്ല, ഉണ്ണിയുടെ അച്ഛനായ ഉത്താനപാദൻ, ഉണ്ണിയുടെ മുത്തച്ഛനായ സ്വയംഭൂമനും, ഉണ്ണിയുടെ മുതുമുത്തച്ഛനായ ബ്രഹ്മാവ്, ഇവരൊക്കെ ഈ തലത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പൊ ഉണ്ണിക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കും. അപ്പൊ ചെറിയമ്മയെ കുറ്റപ്പെടുത്താൻ പാടില്ല. നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. പിന്നെ ചെറിയമ്മ എന്താ പറഞ്ഞത്? മോശമായിട്ടൊന്നല്ല പറഞ്ഞത്, നല്ല കാര്യം, ഭഗവാനെ ആരാധിക്കണം എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അത് തന്നെയാണ് വേണ്ടത്. ധ്രുവന് സമാധാനമായി. അമ്മ പറഞ്ഞു തന്നെ. അപ്പൊ ഇനി ഭഗവാനെ ആരാധിക്കണമെങ്കിൽ എന്ത് വേണം? ഋഷീശ്വരന്മാരൊക്കെ ഭഗവാനെ ആരാധിക്കുന്നത് അമ്മ പറഞ്ഞിട്ട് ധ്രുവന് നല്ലോണം അറിയാം. ഏകാന്തത്തിൽ പോയി ഇരുന്ന് കാട്ടിലില്ല ഭഗവാനെ ഭജിക്കണം. അപ്പോഴാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുക. എന്നാ ധ്രുവനെ നൃത്തപ്പെടുത്തി. പാവം സുരുചി അറിഞ്ഞില്ല, ഉത്താനപാദൻ അറിഞ്ഞില്ല. ധ്രുവൻ ഇറങ്ങി പുറപ്പെട്ടത്, 5 വയസ്സുള്ള ഉണ്ണി ഇറങ്ങി പുറപ്പെട്ടത് ആര് കണ്ടു? എല്ലാം അറിയുന്ന ഭഗവാൻ കണ്ടു. ഭഗവാൻ തന്നെ പ്രിയപ്പെട്ട നാരദനെ പറഞ്ഞു വെച്ചു, നാരദ വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തോളൂ, ഒരു ഉണ്ണി വരുന്നത് എന്നെ ഭജിക്കാനാണ്. നാരദൻ പതിവ് പോലെ ആ ഉണ്ണിയുടെ അടുത്ത് ആദ്യം ചില തടസ്സവാദങ്ങളൊക്കെ പറഞ്ഞു. കാട്ടിൽ പോയി തപസ് ചെയ്യാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്, 5 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഇപ്പോ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോളൂ, കുറെ കഴിയട്ടെ, എന്നിട്ട് ഭജിക്കാം. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് കാണിക്കുകയാണ്. പക്ഷേ അത് കേൾക്കുമ്പോഴേക്കും അതൊന്നും വേണ്ട എന്ന് വിചാരിച്ച് തിരിച്ചു പോരുകയല്ല വേണ്ടത്. മറിച്ച് നിശ്ചയദാർഢ്യത്തോടു കൂടി ഭഗവാനെ ആശ്രയിച്ചാൽ, കർദമപ്രജാപതി 10,000 വർഷം തപസ് ചെയ്തിട്ടാണ് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയതെങ്കിൽ ഇവിടെ ഈ ധ്രുവൻ കേവലം 5 മാസം കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി. എന്താ തീക്ഷ്ണമായ തപസ്. അപ്പൊ നാരദ ഋഷിയുടെ അടുത്ത് പറഞ്ഞു, അയ്യോ എനിക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കില്ല. എന്റെ ഹൃദയമാകുന്ന ആ താമരയിലയിൽ സുരുചി ചെറിയമ്മയുടെ വാഗ്വജ്രങ്ങൾ, അതിലെ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഇനി അതില് എന്ന് പറയുന്ന ഈ ഉപദേശത്തിന്റെ ജലത്തുള്ളികളൊന്നും അവിടെ നിൽക്കില്ല, അത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി എങ്ങനെ പറ്റുള്ളൂ? താമരകണ്ണനായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം നേടിയിട്ട് ഞാൻ തിരിച്ചു പോകും. അപ്പൊ അതിന് യോജിച്ച ഒരു അനുഗ്രഹം അങ്ങയിൽ നിന്നുണ്ടാവണം. ഞാൻ എങ്ങനെയാണ് ഭഗവാനെ ആശ്രയിക്കേണ്ടത്? നാരദ മഹർഷി എളുപ്പത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മന്ത്രത്തെ അവിടെ ഉപദേശിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഒരു 3 പ്രാവശ്യം പറഞ്ഞു കൊടുത്തപ്പോഴേക്കും ഉണ്ണിക്ക് അത് ഇഷ്ടമായി. എന്നിട്ട് പറഞ്ഞു, മധുവനത്തിലേക്ക് പൊക്കോളൂ, അവിടെ എത്ര സാന്നിധ്യം നിത്യതാഹ, എന്നും ഭഗവത് സാന്നിധ്യമുള്ള സ്ഥലമാണ്. അവിടെ ചെല്ലുക, ആ കാളികളിയിൽ മുങ്ങി കുളിക്കുക, ഭഗവാനെ ഈ നാമം ജപിച്ചുകൊണ്ടിരിക്കുക. ഉണ്ണി പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് അവിടെ ചെന്നു ഭഗവാനെ ഭജിക്കാനായിട്ട് ആരംഭിച്ചു. പുഴയിൽ മുങ്ങി കുളിക്കും, പുറത്തു വരും. അവിടെ ആ ഒരു കല്ലിനെ അല്ലെങ്കിൽ ഒരു മരക്കുറ്റിയൊക്കെ ഭഗവാനായിട്ട് സങ്കല്പം ചെയ്തുകൊണ്ട് കിട്ടുന്ന വസ്തുക്കളൊക്കെ ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് അവിടെ വീട് കിട്ടുന്ന ഫലമൂലാദികള് ഒക്കെ കഴിച്ച് ജലം ആ പുഴയിൽ വെള്ളം കുടിച്ച് 1 മാസക്കാലം ഭജനം നടത്തി. ഈ 1 മാസക്കാലം ഭജനം നടത്തിയപ്പോ എങ്ങനെയാണ്? 3 ദിവസം കൂടുമ്പോഴേ കണ്ടുകൊടുക്കും. 2ാമത്തെ മാസത്തിലേക്ക് എത്തിയപ്പോഴേക്കും 6 ദിവസം കൂടുമ്പോൾ കണ്ടു തുറക്കുക, ജലം മാത്രം ഭക്ഷിക്കുക എന്നായി. ചില പുല്ല് അങ്ങനെയൊക്കെയാണ് കഴിക്കുക. 3ാമത്തെ മാസത്തിലേക്ക് എത്തിയപ്പോഴേക്കും 9 ദിവസം കൂടുമ്പോൾ കണ്ണു തുറക്കുക, എന്നിട്ടോ ജലം മാത്രം. 4ാമത്തെ മാസത്തിലെത്തിയപ്പോ വായു മാത്രം കഴിച്ചുകൊണ്ട് 12 ദിവസം കൂടുമ്പോ കണ്ണു തുറക്കും. 5ാമത്തെ മാസത്തിലേക്ക് എത്തിയപ്പോ ഭക്ഷണമൊന്നുമില്ല, കണ്ണു തുറക്കില്ല. പിന്നെയോ എപ്പോഴും ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരന്തരമായിട്ട് ഭഗവാനെ ഭജിച്ചപ്പോ ആ ഉണ്ണി ഒറ്റക്കാലിൽ നിന്ന് തപസ് ആരംഭിച്ചപ്പോ ദേവന്മാർക്ക് മനസ്സിലായി ഈ തപസ്സിന്റെ ശക്തി കൊണ്ട് ലോകം മുഴുവൻ ചുട്ടു നീറാൻ തുടങ്ങി. ഭൂമി ആ ആന കയറിയ തോണി പോലെ ആടാൻ തുടങ്ങി എന്നൊക്കെയാ പറയുന്നത്. ദേവന്മാര് ഭഗവാന്റെ അടുത്തേക്ക് ഓടിച്ചൊന്നും ഭഗവാനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ആ ഉണ്ണിയെ അനുഗ്രഹിക്കണം. അവിടുന്ന് ഭഗവാൻ പറഞ്ഞു, ഞാൻ തീർച്ചയായും ആ ഉണ്ണിയുടെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഗരുഡന്റെ പുറത്ത് കയറി ഭഗവാൻ മധുവനത്തിലേക്ക് എത്തി. ധ്രുവൻ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ ഭഗവാൻ മിന്നിത്തിളങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തു വന്ന ഭഗവാനെ കണ്ടില്ല. ഭഗവാൻ വേഗം ആ ഉള്ളിലുള്ള ഭഗവത് സ്വരൂപത്തെ മറച്ച് തിരോഹിതം സഹസൈകോപലക്ഷ്യ ബഹിർഹിതം തദവസ്ഥം ദദർശ. എന്താണോ താൻ അകത്ത് കണ്ടുകൊണ്ടിരുന്നത് അത് പുറത്ത് ഇങ്ങനെ കാണാനായിട്ട് സാധിച്ചു. കണ്ണുകളിൽ നിറഞ്ഞൊഴുകി കാക്കൽ വീഴുന്ന നമസ്കരിച്ചു. ഒന്നും ഉണ്ടാൻ സാധിക്കുന്നില്ല, ഒന്നും അറിയില്ല. ഈ 5 വയസ്സുള്ള ഉണ്ണിക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ദ്വാദശാക്ഷരി മന്ത്രമല്ലാതെ വേറെ ഒന്നും അറിയില്ല. ഭഗവാന്റെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നപ്പോ മനസ്സിലായി ഉള്ളിൽ ഇങ്ങനെ തെങ്ങുകളുണ്ട്. അത് പുറത്തേക്ക് വരാൻ തന്റെ അനുഗ്രഹം വേണം. തന്റെ തൃക്കൈയില് ആ പാഞ്ചജന്യം കൊണ്ട്, നാദം ബ്രഹ്മമായിരിക്കുന്ന പാഞ്ചജന്യം കൊണ്ട് പതുക്കെ ഒന്നിങ്ങനെ തലോടിയിരിക്കുന്നതാണ്. ആ തലോടന ഏറ്റോടുകൂടി കൃതാഞ്ജലിം ബ്രഹ്മമയേന കമ്പുന സ്പർശബാലം കൃപയാ കപോലം. ആ കപോലത്തില് എല്ലാം നേരെ തലോടി കഴിഞ്ഞപ്പോ അവിടെ നിന്ന് അത്ഭുതാവഹമായിരിക്കുന്ന ഈ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരിക്ക് തുല്യമായി 12 ശ്ലോകങ്ങൾ, ആ ശ്ലോക രത്നങ്ങൾ ഭഗവാനെ സമർപ്പിക്കുകയാണ്. പിന്നീട് മനസ്സിലായി. എന്റെ ഉള്ളിൽ കടന്ന് എന്റെ ആ എല്ലാ ഇന്ദ്രിയങ്ങളെയും വേണ്ട പോലെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവിടുത്തേക്ക് നമസ്കാരം. അവിടുന്ന് ഏകനാണ്. ഈ അവിടുന്നാണ് ബ്രഹ്മാവായും വിഷ്ണുവായും മഹാദേവനായും നിൽക്കുന്നത്. ബ്രഹ്മാവിന്റെ സൃഷ്ടിക്കുള്ള സാമർഥ്യം കൊടുത്തത് അവിടുന്നാണ്. അവിടുത്തെ ആർക്കാണ് കുറച്ചെങ്കിലും ആ വിവേകമുള്ള ഒരാൾക്ക്, കൃതജ്ഞതാലേശമെങ്കിലുമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് മറക്കാൻ സാധിക്കുക ഭഗവാനെ? അവിടുന്ന് കൽപ്പവൃക്ഷം ആയാണ്, ഭക്തപാരിജാതമാണ് അവിടുന്ന്. അങ്ങയുടെ പാദപദ്മധ്യാനം, അങ്ങയുടെ പാദസേവകരായ ഭക്തന്മാരുടെ മുഖാരബന്ധത്തിൽ നിന്ന് ഒഴുകി വരുന്ന ആ ലീലാശ്രവണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. സകാമന്മാർക്ക് സത്യത്തിൽ ഇതൊന്നും സാധിക്കില്ല. ആ നിഷ്കാമ ഭക്തിയാണ് ഭഗവാനെ അടിയന് നൽകേണ്ടത്. ഭക്തി മുഹുപ്രവഹതാം, എനിക്ക് ആ ഭക്തി തരണേ. നിരന്തരമായ പ്രേമം അങ്ങയിൽ കാണിക്കുന്ന മഹാത്മാക്കളുടെ സംഗമം,
ആ സംഘം സത്സംഗം എനിക്ക് ഉണ്ടാക്കി തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ലോകത്തെ മുഴുവൻ പിറന്നു വീണ പശുക്കുട്ടിയെ ആ പശു രക്ഷിക്കുന്നത് പോലെ ആശ്രയവ വത്സകം അനുഗ്രഹകാമരോസ്മാൻ അവിടുന്ന് രക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഭഗവാനെ. അതുകൊണ്ട് ആ അനുഗ്രഹം മാത്രമേ എനിക്ക് വേണ്ടൂ എന്ന് പറഞ്ഞ് കാക്കൽ വീട് നമസ്കരിച്ചു. ഭഗവാൻ പറഞ്ഞു, നീ 36,000 വർഷം ഈ രാജ്യത്തെ ഭരിക്കും, അവസാനം എന്റെ ലോകത്തിലേക്ക് തന്നെ എത്തിച്ചേരുകയും ചെയ്യും. നിന്റെ സഹോദരൻ ഉത്തമൻ യക്ഷന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെടും. ആ ഉണ്ണിയെ അന്വേഷിച്ചു പോകുന്ന നിന്റെ ചെറിയമ്മ കാട്ടുതീയിൽ ദഗ്ധയായിട്ട് തീരുകയും. ഭഗവാൻ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച് അവിടുന്ന് അന്തർധാനം ചെയ്തു. ഉത്താനപാദ മഹാരാജാവ് തന്റെ പുത്രൻ ഭഗവാനെ കണ്ടു. ആ ദർശന സാഫല്യം അണഞ്ഞു എന്ന് മനസ്സിലായിട്ട് അദ്ദേഹവും ഉണ്ണിയെ സ്വീകരിക്കാനായിട്ട് വരുന്നു. മന്ത്രിമാരോടുകൂടി വന്ന് സ്വീകരിച്ചു, അടയ്ക്ക് കൊണ്ടുപോവുകയാണ്. അച്ഛന്റെ പാദങ്ങളിൽ വേണ്ടി നമസ്കരിച്ചു, സുരുചിച്ചെറിയമ്മയുടെ പാദങ്ങളിൽ വേണ്ടി നമസ്കരിച്ചു, അമ്മയുടെ പാദങ്ങളിൽ വേണ്ടി നമസ്കരിച്ചു. കാരണം എന്താ? തന്നെ ഭഗവാനിലേക്ക് എത്തിച്ചത് എന്താ? ഈ സുരുചിച്ചെറിയമ്മ കാണിച്ച ആ പ്രത്യേകമായിട്ടുള്ള താല്പര്യമാണ്. അത് തന്നോടുള്ള സ്നേഹമാണെന്ന് ചിന്തിക്കാനുള്ള ഒരു തലത്തിലേക്ക് ഇപ്പൊ ധ്രുവനെത്താൻ സാധിച്ചു. അമ്മ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ സുരുചിച്ചെറിയുന്ന സ്നേഹലാളനയോടുകൂടി തന്നെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ താൻ കൊട്ടാരത്തിൽ ഒതുങ്ങി കഴിയേണ്ടി വന്നതിനെ ഇപ്പൊ ഭഗവാനെ കാണാൻ സാധിച്ചു. ഭഗവാന്റെ അനുഗ്രഹം അത് തന്നിൽ നിത്യാനന്ദത്തെ നൽകിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് ആ ഉണ്ണിയെ രാജാവ് രാജ്യഭാരം ഏൽപ്പിച്ചു. അദ്ദേഹം വനത്തിൽ പോയി ഭഗവാനെ തപസ് ചെയ്തു. ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ഉത്തമൻ യക്ഷന്മാരുമായിട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അമ്മ കാട്ടുതീയിൽ ദഹിപ്പിക്കപ്പെട്ടു. ആ യക്ഷന്മാരുമായിട്ട് ധ്രുവൻ ഗംഭീരമായിട്ടുള്ള യുദ്ധം അവിടെ നടന്നു. ആ യുദ്ധത്തിൽ ഒരു സന്ദർഭത്തിൽ ധ്രുവന് തോൽവി വരും എന്നൊരു അവസ്ഥ വന്നപ്പോ അവിടെ നാരായണാസ്ത്രം നാരദ മഹർഷി ഉപദേശിച്ചു. അതുകൊണ്ട് അവിടെയും വിജയം നേടാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നു. സ്വയംഭൂമന് വന്ന് കുബേരനോടുകൂടി വന്ന് യുദ്ധം നിർത്താനായിട്ട് ധ്രുവനോട് പറയുന്നു. തന്റെ ആ മുത്തച്ഛന്റെ വാക്കുകൾ കേട്ട് യുദ്ധം നിർത്തി. കാരണം യക്ഷന്മാരുടെ നേതാവ് കുബേരനാണ്. അതുകൊണ്ട് യുദ്ധം നിർത്തി. കുബേരനിൽ നിന്നും നിരവധിയായിട്ടുള്ള വരങ്ങൾ നേടി. നിരവധിയായിട്ടുള്ള വരം എന്ന് പറഞ്ഞാൽ പ്രധാന വരം എന്താ? ഭഗവത് ഭക്തി ഉണ്ടാവണം, വേറെ ഒന്നും വേണ്ട. ഏതായാലും അങ്ങനെ ആ കുബേരനിൽ നിന്ന് വരം സ്വീകരിച്ച് വിധിയാവണ്ണം അദ്ദേഹം ജീവിച്ചു. ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ വിഷ്ണു പാർഷദന്മാരെ വിമാനവുമായിട്ട് വരികയാണ്. അങ്ങനെ ആ ഉത്താനപാദ പുത്രൻ ഔത്താനപാദി എന്നറിയപ്പെടുന്ന ധ്രുവൻ വിമാനത്തിലേക്ക് കയറാൻ പുറപ്പെട്ടപ്പോ അവിടെ സാക്ഷാൽ മൃത്യുദേവൻ വന്നിങ്ങനെ തലയും കുമ്പിട്ട് ഇങ്ങനെ നിന്നു. ആ അത്ഭുതകരമായിരിക്കുന്ന വിമാനത്തിലേക്ക് ധ്രുവൻ കയറുന്നു. വിമാനം ആകാശത്തിലേക്ക് ഉയരുന്നു. അപ്പോഴാണ് ധ്രുവൻ പറഞ്ഞത്, എനിക്ക് ഒരാളെ കൂടി കൊണ്ടുപോകാനുണ്ട്. വിശ്വാസോചിച്ചു, ആരെയാ? ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങ് ഉദ്ദേശിക്കുന്ന ആരെയാണ്, ദാ നോക്കിക്കോളൂ എന്ന് പറഞ്ഞപ്പോ പുരോയാനേനെ രക്ഷിച്ചു. മുമ്പിലുള്ള വിമാനത്തിൽ പോണു. ആരാ? സുനീതി എന്ന ആ ധ്രുവന്റെ മാതാവ്. ആ സാധ്വിയായ അമ്മ മുമ്പിൽ പോകും ധ്രുവനെ സ്വീകരിക്കാൻ. അപ്പൊ ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്ന ചില തത്വങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ. അധികമായി അഹങ്കരിക്കരുത്. ഭഗവാനെ ഭക്തിയാണ് ഉണ്ടാവേണ്ടത്. അതേപോലെ തന്നെ മാതാപിതാക്കളെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ടതാണ്. ധ്രുവപദം കിട്ടി അല്ലെങ്കിൽ വിഷ്ണുപദത്തിലേക്ക് എത്താൻ സാധിച്ചു എങ്കിൽ അമ്മയെ ഉപേക്ഷിക്കാം എന്ന് തോന്നിയിട്ടില്ല. അമ്മയെയും വേണം എന്നാണ് പറയുന്നത്. അപ്പോ ആ ധ്രുവന്റെ കഥ നമുക്കത് പറഞ്ഞു തരുന്നു. അഭൂത്രയാണാം ലോകാനാം ചൂടാമണി വാമല എന്നാണ്. അച്യുതപ്രിയനായിരിക്കുന്ന അച്യുതന് അങ്ങോട്ടും അച്യുതനെ ഇങ്ങോട്ടും. അച്യുതനെ അങ്ങോട്ട് പ്രിയമാണ് ധ്രുവന്, ഭഗവാന് ധ്രുവനെയും പ്രിയമാണ്. അങ്ങനെയുള്ള ആ ധ്രുവൻ വിഷ്ണുപദത്തിലേക്ക് ധ്രുവപദത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മൈത്രേയ മഹർഷി ആ രംഗത്തെ അവിടെ ഉപസംഹരിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞു, ഇവിടെ അങ്ങ് ചോദിച്ചതനുസരിച്ചാണ് ധ്രുവന്റെ കഥ ഞാൻ പറഞ്ഞത്. ഈ ധ്രുവചരിത്രം പണ്ട് നാരദ മഹർഷി പ്രചേതസ്സുകളുടെ സത്രയാഗത്തിൽ വെച്ച് പാടി എന്ന് പറയുന്നത്. അപ്പോഴാണ് ചോദിക്കുന്നത്, ആരാണ് ഈ പ്രചേതസ്സുകൾ?
എവിടെ വെച്ചാണ് അവർ സത്സരം നടത്തിയത്, ഈ കഥകളൊക്കെ കേട്ടാൽ കൊള്ളാം എന്ന് പറയുമ്പോൾ തുടർന്ന് ധ്രുവന്റെ വംശപരമ്പര ഇവിടെ പറയുകയാണ്. സൂതപൗരാണികൻ അല്ലെങ്കിൽ മൈത്രേയ മഹർഷി അല്ലെങ്കിൽ ശ്രീശുക മഹർഷി. അപ്പോഴാണ് ആ അംഗരാജാവിന്റെ പുത്രനായിരിക്കുന്ന വേനന്റെ കഥയും വേനന്റെ ശരീരം മഥനം ചെയ്തപ്പോൾ ഭഗവാന്റെ വംശാവതാരമായിരിക്കുന്ന കലാവതാരമായിരിക്കുന്ന പൃഥുവിന്റെ കഥയും നമ്മൾ കേൾക്കേണ്ടത്. അങ്ങനെയാണ് പ്രേതസ്സുകളുടെ കഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. രുദ്രഗീതം തുടങ്ങിയ വളരെ വിശേഷമായിട്ടുള്ള സ്തുതികളൊക്കെയാണ് നമുക്ക് കേൾക്കാനുള്ളത്. അത് ഇപ്പൊ നിർത്തി 2:4 വീണ്ടും പാരായണം ആരംഭിക്കുമ്പോൾ നമുക്ക് അനുസ്മരിക്കാം. അതിനെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. ഗുരു പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോ